നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം ജൂത മുസ്ലിം യുദ്ധമായി കാണുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധമായി കാണുന്ന മറ്റൊരു വിഭാഗം, അതായത് അമേരിക്ക ഇറാൻ, ഇസ്രായേൽ ഇറാൻ, ഇങ്ങനെ മതപരമായി കാണുന്ന അവരാണ് കൂടുതൽ എന്ന് തോന്നുന്നു. കാരണം ഈ യുദ്ധ സംബന്ധിയായിട്ടുള്ള വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ചിലർ, അവർ വളരെ രൂക്ഷമായി അത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട്, കാരണം അവർ സംബോധന ചെയ്യുന്ന രീതികളൊക്കെ അങ്ങനെയാണ് കമന്റിൽ, ആ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ എഴുതുമ്പോൾ ജൂതസ്നേഹം അങ്ങ് വഴിഞ്ഞു ഒഴുകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ക്രിസ്ത്യൻ ജൂത ചരിത്രം ഇതിനു ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇറാൻ ഇസ്രായേൽ, പലസ്തീൻ ഇസ്രായേൽ, ഗസ ഇസ്രായേൽ, ഇറാൻ അമേരിക്ക, ഇതൊക്കെ മതപരമായിട്ടാണോ നടക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്, ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇതിന്റെ മതപരമായിട്ടുള്ള വസ്തു മനസ്സിലാവും. ഇറാനും ഇസ്രായേലും നമുക്ക് വരാം. അതിനു മുമ്പ് ഗസയുടെ കാര്യം എടുക്ക്. പലസ്തീൻ പ്രദേശമാണല്ലോ. പലസ്തീനിലും ഗസയിലും മുസ്ലിങ്ങൾ മാത്രമാണോ ഉള്ളത്? അവിടെ ജൂതന്മാരുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഭൂരിപക്ഷമായിരിക്കാം. ഇനി അടിക്കുന്ന ഇസ്രായേലിന്റെ കഥ എടുക്കാം. ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട്. അതായത് ഇസ്രായേലിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും ചേർന്നിട്ടാണ് പലസ്തീനിലെ ഗസയിലെ ആൾക്കാരെ തച്ചു കൊല്ലാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മതപരമായിട്ടാണോ? നമ്മൾ ഇതിനെ മതപരമായിട്ട് വൈകാരികമായി കണ്ട് പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി നമുക്ക് നേരെ ഇറാനിലേക്ക് വരാം. ഇസ്രായേൽ ഇറാൻ ഇതാണല്ലോ ആദ്യ പടി. പിന്നെയാണല്ലോ അമേരിക്ക അവരുടെ സാമ്പത്തിക ലാഭം നോക്കി മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ വരുതിയിലാക്കാൻ വേണ്ടി വരുന്നത്. ഇസ്രായേലിൽ ആരൊക്കെയാണുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ജൂതന്മാര് ഭൂരിപക്ഷമുണ്ട്. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവർ അവിടെ വന്നു കൂടി സ്ഥലം വാങ്ങി പിന്നീട് ഒരു പ്രദേശമായി മാറി പിന്നെ ഒരു രാജ്യം സ്ഥാപിച്ച് ഇന്ന് ഇസ്രായേലായി ഇവർ നിൽക്കുമ്പോൾ ആ രാജ്യത്ത് യഹൂദന്മാരാണ് കൂടുതൽ. പക്ഷെ അവിടെ അധിവസിച്ചിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരൊക്കെ ഇസ്രായേലി പൗരന്മാരുമാണ്, ഇസ്രായേലിനോട് കൂറുള്ളവരുമാണ്. കാരണം അവർ സ്വന്തം രാജ്യത്തോടാണ് കൂറ്. അത് പട്ടാളത്തിലായാലും എവിടെയായാലും. അല്ലാതെ ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന ധാരണ ഒരുപക്ഷെ പലർക്കും ഉണ്ടാവും. ഇനി മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയാൻ വയ്യ. ഇനി ഇറാൻ എടുക്കാം. ഇറാനിൽ മുസ്ലിങ്ങളാണ് പ്രബലമായ സ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം ജൂതന്മാർ കൂടുതലുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ഇറാനിലാണ്. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് ഇറാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ടല്ല ഈ ബോംബ് ചെന്ന് വീഴുന്നത്. മേലെ ഫ്ലൈറ്റിൽ വന്നിട്ട് യുദ്ധവിമാനങ്ങളിൽ വന്നിട്ട് ബോംബിട്ട് തകർക്കുമ്പോൾ ഒരു 180 പേര് കൊല്ലപ്പെട്ടല്ലോ, പെൺകുട്ടികൾ. എല്ലാം മുസ്ലിങ്ങളാണ് എന്നാണ് കരുതിയേക്കുന്നത്. യഹൂദന്മാരുമുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഈ പറയുന്ന യഹൂദന്മാരുടെ മണ്ടയ്ക്ക് തന്നെയാണ് ഇപ്പുറത്തെ ഒരു ജൂതരാഷ്ട്രം കൊണ്ടുവന്ന് ബോംബിടുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യത്തേക്ക് ഒരു ജൂതരാജ്യം കൊണ്ടുവന്നിട്ടാണോ? അല്ല. ഇത് ഭരണപരമായി അല്ലെങ്കിൽ കച്ചവടപരമായി ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ്. ഇത് ചിന്തിക്കാതെ, ഇത് മനസ്സിലാക്കാതെയാണ് ഇത് സംബന്ധിച്ച് വാർത്ത ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ഞാനടക്കമുള്ളവരുടെ താഴെ വന്നിട്ട് ചില ക്രിസ്ത്യൻ നാമധാരികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിക്കൊള്ളണമെന്നില്ല, ക്രിസ്ത്യൻ പേരുപയോഗിച്ചുകൊണ്ട് കമന്റ് ഇങ്ങനെ എഴുതിക്കൊണ്ട്, അതായത് മുസ്ലിം ആക്ഷേപമായിട്ടാണ് കമന്റുകൾ എഴുതുന്നത്. ഒരു വർഗീയത, ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഈ യുദ്ധം തമ്മിൽ ഒരു വർഗീയതയുമില്ല, ഒരു വിഭാഗീയതയുമില്ല. ഒരു ജൂത ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ജൂത ഇസ്ലാമിക് അങ്ങനെ ഒരു യുദ്ധമേ അല്ലാതെ രണ്ട് രാജ്യങ്ങൾ, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം വളർന്നു വരുന്നത് ഇസ്രായേലിന് പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് പേടിയുണ്ട്. അവരുടെ സൈനിക ശേഷിയും അവരുടെ കാര്യങ്ങളും ലോകത്തിന്റെ മുന്നിൽ വലുതാണ് എന്ന് കാണിക്കുമ്പോൾ അതിനേക്കാളും പ്രബല ശക്തിയായി മറ്റൊരു രാജ്യം വളർന്നു വരുമ്പോൾ ഇനി എങ്ങാനും തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ ഗസയിലേക്കും മറ്റുള്ളവരത്തേക്ക് അടിക്കുമ്പോൾ ആ അടിക്കുന്ന അടി തിരിച്ചറിഞ്ഞ് ഇറാനെങ്ങാണ് ഇടപെട്ടാലോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയാണ് കയറി അടിച്ചത്. അടിച്ചപ്പോഴാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ലോകം മനസ്സിലായത്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങി അമേരിക്ക അതിൽ ഇടപെടുന്നത് വരെ ലോകത്തെ 1-ാം നമ്പർ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയും പിന്നെ ഇസ്രായേലുമായിരുന്നു. എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ലോകത്തെ 1-ാമത്തെ ശക്തിയായി ഇറാൻ മാറി. അത് അമേരിക്കയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അംഗീകരിക്കുമെന്നറിയില്ല. ഏതായാലും അതാണ് ഇപ്പൊ കാണുന്നത്. ട്രംപ് അതുകൊണ്ടാണ് ഒളിച്ചു കൊടുക്കുന്നത്.
മറ്റു രാജ്യങ്ങളുടെ സഹായം തേടിയത് അതുകൊണ്ടാണ്. സഹായം കൊടുക്കാത്തതല്ല, കാരണം അവർക്ക് പേടിയുണ്ട്. അവർക്കറിയാം ഇപ്പോ ഇറാൻ എന്താണ് എന്നുള്ളത്. തങ്ങൾ തലവെച്ചു കൊടുത്താൽ പണിയാവുന്നു. അതായത് ഇവിടെ അമേരിക്ക ഒറ്റപ്പെടുന്നു, ഇസ്രായേൽ ആകട്ടെ സൈനികമായിട്ട് തകർന്ന് തരിപ്പണമാകുന്നു. സത്യത്തിൽ മിഡിൽ ഈസ്റ്റിലോ മറ്റു പ്രദേശങ്ങളിലോ നടക്കുന്ന യുദ്ധങ്ങളൊന്നും മതപരമല്ല. മതപരമാണ് എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോകളെ താഴെ കമന്റ് ആ വിധത്തിൽ എഴുതുന്ന വർഗീയ വിഷം തുപ്പുന്ന കമന്റുകൾ എഴുതുന്നവരുടെ മാനസിക നില അതിനേക്കാൾ വലിയ വിഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കമന്റുകൾക്ക് പ്രതികരിക്കാൻ പോകാറില്ല. എന്റെ ഒരു നിലപാട് ഇസ്രായേലിലായാലും ഇറാനിലായാലും അമേരിക്കയിലായാലും എവിടെയായാലും അവിടെ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ്. അവരുടെ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ എന്ന് ഒന്ന് സങ്കല്പിച്ച് പൊട്ടിക്കരയാറുണ്ട്. അത് മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അത് ഇസ്രായേലിൽ ഒരാൾ വീണ് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗസയിൽ ഒരാൾ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ കൊല്ലുമ്പോൾ, അതല്ലെങ്കിൽ ഇറാനിലെ 200 കുട്ടികളുടെ മേൽ ബോംബ് വീഴുമ്പോൾ, ഇസ്രായേൽ ബോംബിട്ട് കൊല്ലുമ്പോൾ ഒക്കെ ഒരേ വികാരമാണ് നമുക്ക് വരുന്നത്. പക്ഷെ തോന്നാത്ത ചില കാര്യങ്ങളുണ്ട്. ഇസ്രായേലിൽ, അതായത് ഗസയിലെ കുട്ടികളെ കൊന്നൊടുക്കുന്നത് കണ്ട് ആഘോഷിച്ച് അറുമാദിച്ച് നൃത്തം ചെയ്ത ഇസ്രായേലിലെ കുറെ ക്രൂരന്മാരായിട്ടുള്ള ചില ചകത്താന്മാരുണ്ട്. ആ ചകത്താന്മാർ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ മറ്റുള്ളവരെല്ലാം ഇന്ന് കൂട്ടപ്പലായനം, അവിടെ മിസൈൽ പെരുമഴ വന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട് ഗസയുടെ അതേ അവസ്ഥയിൽ കൂട്ടപ്പലായനം നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു തുള്ളി കണ്ണീരും വരില്ല, ഒരു വിഷമവും വരില്ല. കാരണം അത്രക്കാർ അതിന് കൂടെ ഓടുന്നുണ്ടെങ്കിൽ അവരത് അനുഭവിക്കട്ടെ. ഗസയിൽ കുട്ടികൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഇറാനിലെ കുട്ടികൾ അനുഭവിച്ച, ഇവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഗസയിലാണല്ലോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സുഖം എന്താണ് എന്ന് ഇസ്രായേലിലെ ആ ജനത ഒന്ന് അറിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം മനുഷ്യനെ സ്നേഹിച്ച് ഇസ്രായേലിലായാലും ഇറാനിലായാലും ഗസയിലായാലും എല്ലാം മനുഷ്യജീവിതങ്ങളാണ് എന്ന് ചിന്തിച്ച് ഇസ്രായേൽ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മേൽ എന്തെങ്കിലും ആപത്ത് വന്നു വീഴുന്നുണ്ടെങ്കിൽ, അതിന് മറ്റേതെങ്കിലും രാജ്യം അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തിൽ എനിക്കും വേദനയുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അത്തരത്തിലെ വേദനയുള്ളൂ. അവസാനമായി ഒന്ന് പറഞ്ഞു വെക്കട്ടെ, പലരും മതത്തിന്റെ പേരിലാണ് ഇത് കാണുന്നത്. ചിലയിടങ്ങളിലെങ്കിലും പലസ്തീനിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ യുദ്ധം നടക്കുന്ന സമയത്ത്, ഇസ്രായേൽ കയറി അടിക്കുന്ന സമയത്ത് മതപരമായുള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും നടത്തുന്നത് കണ്ടിട്ടുണ്ട്, ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയല്ല, യുദ്ധം നടക്കുമ്പോൾ യുദ്ധം എന്നത് എല്ലാവർക്കും ബാധകമാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങി, അമേരിക്ക അതിൽ ഇടപെട്ട് 12ാമത്തെ ദിവസം ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്കും ഇവിടെയുള്ള ബുദ്ധനും ഇവിടത്തുള്ള പാഴ്സിക്കും മുഴുവനും ആ യുദ്ധത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു എന്നത്, യുദ്ധം എന്നത് ഒരു നിലയ്ക്കും എവിടെയും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് യുദ്ധത്തിലുണ്ടാകുന്ന കെടുതികളും മറ്റും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാർ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ചില വികല മനസ്സുകൾ, അവർക്ക് അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവൂ എന്നുണ്ടെങ്കിൽ അവർക്ക് അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം എന്നൊരു നിലപാടും കൂടി എനിക്കുണ്ട്. Different angles. Don't forget to subscribe and support this channel.